താഴെ ഉള്ളവരിലേക്ക് നോക്കൂ എന്ന് പറയാനുള്ള കാരണം, താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ അയാൾക്ക് മനസ്സിലാകും, എൻ്റെ ചെറിയ ഒരു മുട്ടുവേദന ഞാൻ വലിയ പരാതിയായിട്ട് വെക്കുന്നത് കാല് തന്നെ ഇല്ലാത്ത ആൾക്കാരെ ഓർമ്മിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഈ ബൈക്കും കൊണ്ട് എത്ര കാലമാണ് യാത്ര ചെയ്യുക എന്ന് ടെൻഷനാവുന്നത് ബൈക്ക് തന്നെ ഇല്ലാത്തവരെ നമ്മൾ കാണാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ തോറ്റുപോകുന്നത്, നിരാശയാവുന്നത്, എനിക്ക് അയാളെപ്പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ, അയാൾക്ക് കിട്ടിയ പലതും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന അനാവശ്യമായ കമ്പാരിസൺ കൊണ്ടാണ്. ലെസ് കമ്പയർ, ലിവ് മോർ എന്നാണ്. നീ ബാക്കിയുള്ളവരുമായി കമ്പാരിസണൊക്കെ ഒന്ന് കുറച്ചിട്ട് നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓർത്ത് നീ ജീവിക്കണം. ബൈക്കുള്ള ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് കാറ് വാങ്ങാൻ ക്യാഷില്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ബൈക്ക് പോലും ഇല്ലാതെ കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന, ജോലിക്ക് പോകുന്ന ആളെ ആലോചിക്കാത്തത് കൊണ്ടാണ് ബൈക്ക് ഉണ്ടായിട്ടും നമുക്ക് ടെൻഷനാവുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഉൻദുറു ഇലാ മൻ ഹുവ ഉൻദുറു ഇലാ അസ്ഫല മിൻകും, നിങ്ങൾ താഴെ ഉള്ളവരിലേക്ക് നോക്കൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നിരാശയുടെ ലോകത്തുനിന്ന് ഉള്ള അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തി അതിനെങ്ങനെ നന്ദി ചെയ്യാം എന്ന ആലോചനയിലേക്ക് വളർന്നു വരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. കണ്ണ്, എത്ര ലക്ഷങ്ങൾ കൊടുത്താലാണ് ഒരു കണ്ണ് കിട്ടുക? സാമ്പത്തികമായി പരാധീനത പറയുന്ന ഒരാൾ, അയാളോട് വേറൊരാൾ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ 1 കോടി രൂപ തരാം, നിന്റെ ആ 2 കൈ എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ഇയാൾ കൊടുക്കുമോ? ഇല്ല. എന്നാൽ നിനക്ക് ഞാൻ 10 കോടി തരാം, നിന്റെ 2 കണ്ണും എനിക്ക് തരുമോ എന്ന് വെച്ചാൽ ഇയാൾ കൊടുക്കൂല. അപ്പൊ കിട്ടിയ അനുഗ്രഹം ആലോചിക്കാത്തത് കൊണ്ടുള്ള ടെൻഷനാണ് പലപ്പോഴും പുതിയ കാലത്തെ മനുഷ്യന്മാരിൽ ഉണ്ടാവുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയണം, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നന്ദി ചെയ്യണം. ഇതാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാവാനുള്ള ഏറ്റവും നല്ല മാർഗം.